ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് കൊട്ടിയൂരേക്ക് യാത്ര ചെയ്യുന്നത്. കൊട്ടിയൂർ അമ്പലത്തിലെ വിശേഷങ്ങൾ അതിമനോഹരമായ വിശേഷങ്ങളാണ്. ഇന്ന് അനിഴ നക്ഷത്രമാണ്. ഇന്നലെയാണ് തുടങ്ങിയത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോകാനുള്ളത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ, ഇതേപോലത്തെ കാലാവസ്ഥയാണ്. മഴ പെയ്യുന്നത് രാത്രി വൈകുന്നേരമേ പെയ്യുള്ളൂ. പകലുള്ള നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ കൊട്ടിയൂരിലേക്ക് പോകുന്നത് രാവിലെ ഞാനിവിടെ 7:30 പുറപ്പെട്ട് 8 മണിക്ക് ലക്ഷ്മി ബസ്സിന് കയറി. ലക്ഷ്മി ബസ്സിന് യാത്ര ചെയ്തിട്ട് ഞാനിവിടെ ഇരിട്ടിയിലേക്ക് എത്തിയത്. ഇരിട്ടിയിൽ നിന്ന് അവിടെ കണക്ഷൻ ബസ് 9:15 9:30 പക്ഷേ 9:15 എത്തി. ഞാനൊരു അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പം തന്നെ അവിടുന്ന് പയ്യന്നൂർ മാനന്തവാടി ബസ് വന്നു. അത് ബോയ്സ് ടൗൺ വഴിയാണ് പോവുക. മാനന്തവാടി ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ആ കൊട്ടിയൂരിൽ നിന്ന് നടുക്കന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ അവിടെ അവർ അമ്പലത്തിന് മുമ്പ് തന്നെ നിർത്തി തരും. അങ്ങനെ ആ അമ്പലത്തിൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ ക്ലോക്ക് റൂം അവിടെ തന്നെ ഉണ്ട്. ക്ലോക്ക് റൂമിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറ്റി മുണ്ടും വേഷ്ടിയിലെടുത്ത് പിന്നെ ചെരുപ്പ് വെക്കേണ്ട സ്ഥലം കുറച്ച് അകലെയാണ്. അതങ്ങനെ നല്ലൊരു അവിടെ രണ്ട് മൂന്ന് പാലമുണ്ട്. ആ പാലത്തിൻ്റെ ലൈസൻസിൽ പോവുക. ഭക്തജനങ്ങളെ നല്ലോണം ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ പോയി പിന്നെ അവിടെ 3 പ്രാവശ്യം പ്രദർശനം വെച്ച് അമ്പലത്തിലെ 3 പ്രാവശ്യം കൊട്ടിയൂർ അമ്പലത്തിൽ പ്രദർശനം വെച്ച്. പിന്നെ ഇത് ഞാൻ സ്ഥിരം കൊല്ലം തോറും അവിടെ പോകാറുണ്ട്. അങ്ങനെ ഒരു കുട്ടീൻ്റെ സഹായത്തോടെ അവിടെ എനിക്ക് ഇത് വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്, പിന്നെ ഫോട്ടോ എടുത്തു തന്നത് ആ പേരൻസാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് അവിടുന്ന് വഴിപാട് കൊണ്ടുവരൽ പായസം കഴിപ്പിക്കുക, പിന്നെ അപ്പം കഴിപ്പിക്കുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, പിന്നെ നെയ്യ് കഴിപ്പിക്കുക. ധാരാളം വഴിപാട് ഇതുണ്ട്. അതൊരു ഭക്തി സാന്ദ്രമായൊരു സ്ഥലമാണ്. ശിവൻ്റെ അതായത് മുതിരേരിയിൽ നിന്ന് വാൾ വന്ന് ആ വാളിനകത്ത് നമസ്കരിക്കുന്നതും അവിടെ ഒറ്റക്ക് ഒരു ശിവനെ പോലെ അവിടെ ഉണ്ടാകും. പിന്നെ ഭക്തജനങ്ങൾ അത്രയും ചന്ദനത്തിന് വേണ്ടിയിട്ടും അവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു അനുഭൂതി അവിടെ വേറെ തന്നെ അനുഭൂതിയാണ്. ഒറ്റക്ക് പോകുമ്പോൾ മാത്രമേ അതിനൊരു ഇത് കിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഒറ്റക്ക് തന്നെ അവിടെ യാത്ര ചെയ്തത്. ബസ് ഒരു മടക്കം വരുന്നതാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മാനന്തവാടി ബോയ്സ് ടൗൺ വഴി വരുന്ന ബസ് അവിടെ നിന്ന് തന്നെ അവിടെ കിട്ടും നമുക്ക്. അത് KSRTC അടുത്ത ഡിപ്പോ ഉണ്ട്. അവിടെ നിന്ന് അവർ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും എത്ര മണിക്കാണ് ബസ്സും കാര്യങ്ങളിലും. ഇപ്പോഴത്തെ ബസ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ബസ് എല്ലായിടത്തും നിർത്തിയിട്ടേ പോവുക. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പേരാവൂർ പോയി പേരാവൂരിൽ നിന്ന് പിന്നെ ഇരിട്ടിയെത്തും. ഇരിട്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരാനുള്ള സൗകര്യമുണ്ട് അവിടെ. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് അമ്പലത്തിലെ ഭക്ഷണം വെള്ളിക്ക് കഴിക്കാം അമ്പലത്തിലുള്ളത്. അതുകൊണ്ടാണ് നല്ലൊരു ഇത് കിട്ടി. എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടി അവിടെ. പ്രകൃതി മനോഹരമായ സ്ഥലം ഇത്. പ്രകൃതി മനോഹരം എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, ഇത് എവർഗ്രീൻ. അതായത് മലേൻ്റെ താഴെയുള്ളത് മാനന്തവാടി വയനാട് ചുരത്തിൻ്റെ തൊട്ട താഴെയാണുള്ളത്. പിന്നെ അത്ര മനോഹരമാണ്. ഈ അക്കരെ കൊട്ടിയൂരിൽ വർഷം തോറും അവിടെ പോകാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വർഷത്തിൽ ഒരിക്കലും മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ ഈ അക്കരെ കൊട്ടിയൂരിൽ. പിന്നെ ഇതിലാക്കിയിട്ടുള്ളത് ഉള്ളത് അവിടെ. അത് ഭയങ്കര ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അത് ഡയറക്റ്റ് പോകണം കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. ഈ യാഗം കഴിഞ്ഞ സ്ഥലത്ത് പോകണം. അതായത് ദക്ഷിണ ഇതാക്കിയ സ്ഥലമാണ് അവിടെ വാളുകൊണ്ട്. ആ വാളാണ് മുതിരേരി മലയിൽ പോയിട്ട് വീണത്. ശിവൻ ചെയ്തതാണ്. കാര്യങ്ങളെല്ലാം പ്രത്യേക ബുക്കുണ്ട്, പ്രത്യേക ഇതുണ്ട്. അതുകൊണ്ട് ഇത് പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിനെന്താണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഇനി പറയാനില്ല. അത്ര മനോഹരമായ സ്ഥലം. അത്ര മനോഹരമായ സ്ഥലവും ദൈവത്തിൻ്റെ ആ ഒരു ഇത് കിട്ടും, ശിവൻ്റെ ഇത് കിട്ടും.
ഇതാണ് ദേവൻ്റെ ഇക്കരെ കൊട്ടിയൂർ. അക്കരെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്നിട്ട് തൊഴുതിട്ട് പോകാം. അതാണ് ഇക്കരെ കൊട്ടിയൂരാണ് ലാസ്റ്റ് നമ്മൾ വരുന്നത്. ആൾക്കാരെല്ലാം ഇങ്ങോട്ട് പോകാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ കഴുകിയിട്ടാണ് അങ്ങോട്ട് പോകുക. മഹാദേവ